ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം മാത്രം സീരിയലിലെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും കുഞ്ഞിൻ്റെ ജനനമാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇഷിതക്കും മഹേഷിനും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ടെൻഷനും പ്രഷറൊക്കെ അനുഭവിച്ചിട്ട് ഇഷിതക്ക് ഒരു ദിവസം രാവിലെ ആകുമ്പോഴേക്കും വല്ലാത്തൊരു വയറുവേദന അനുഭവപ്പെടാട്ടോ. ആ സമയത്ത് എല്ലാവരും ഇഷിതയുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയാണ്. അപ്പോൾ ദേവിക ഡോക്ടർ ഇഷിതനെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ലേബർ പെയിൻ തന്നെയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇഷിതേനെ ലേബർ റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയായിട്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കണം. ഇഷിതക്ക് നോർമൽ ഡെലിവറി തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേവിക ഡോക്ടർ സന്തോഷത്തോടു കൂടി തന്നെ വന്നിട്ട് മഹേഷിനോടും കുടുംബത്തോടും പറയുന്നുണ്ട് ഇഷിതക്ക് നോർമൽ ഡെലിവറിയാണ്, നല്ല ആരോഗ്യമുള്ള പെൺകുഞ്ഞിനെയാണ് ഇഷിത ജന്മം തന്നിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, പെൺകുഞ്ഞിനെ കാണിച്ചു തരാം. അതിനുശേഷം ഇഷിത മയക്കത്തിലാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഷിതനെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഡോക്ടർ ദേവിക ആ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് മഹേഷിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് വരുവാണ്. മഹേഷ് തന്നെയാണ് ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കൈകളിലേക്ക് വാങ്ങുന്നത്. പിന്നെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കുഞ്ഞുവാവിടെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കുഞ്ഞുവാവിടെ കൈകളിൽ തലോടുവാണ്. അങ്ങനെ ഡോക്ടർ പറയണ്ടേ എന്നാ കുഞ്ഞെ കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഏൽപ്പിക്കട്ടെ, കുഞ്ഞിതിരെ പാല് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോവാണ് ഇഷിതയുടെ അടുത്തേക്ക്. പിന്നീട് മഹേഷ് ഇഷിതയുടെ റൂമിലേക്ക് മാറ്റുമ്പോൾ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിതയുടെ അടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇഷിതടുത്ത് പറയണ്ടേ എൻ്റെ ജന്മം സഫലമായടോ, എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ആദ്യം തന്നു, അതിനുശേഷം അടുത്തൊരു പെൺകുഞ്ഞെ തന്നു. സത്യമന ആദിയുടെ ചിപ്പി ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കിനി ഒരു കുഞ്ഞു ഉണ്ടാവില്ലെന്ന് ഞാൻ ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ ഒരു പെൺകുഞ്ഞും കൂടി ദൈവം എനിക്ക് തന്നു, മാലാക കുഞ്ഞ്. തന്നോട് ഞാൻ എത്ര നന്ദിയാണോ പറയേണ്ടത് എന്നൊക്കെ ഇഷിതടുത്ത് പറയുന്നുണ്ട് മഹേഷ്. പക്ഷെ ആ സമയത്തൊക്കെ ഇഷിതയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇഷിതയ്ക്ക് ഇപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ടും ആ ഒരു ഡിപ്രഷൻ പോയിട്ടില്ല, അത് ഇരട്ടി ആയിട്ടേ ഉള്ളൂ. ആകാശം രചനയും അറിയുന്നുണ്ട് ഇഷിത ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയ കാര്യം. ഇത് അറിയുമ്പോൾ തന്നെ പിന്നെ രചനക്ക് കുശുമ്പും കുഞ്ഞായ്മ തുടങ്ങുമല്ലോ. അവളങ്ങനെ ആ കുഞ്ഞിനെ ജന്മം നൽകി എന്നൊക്കെ രചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ, ഞാൻ വിചാരിച്ച പ്ലാൻ ഇനിയാണ് നടക്കാൻ പോണത്. ഞാൻ തന്നോട് പറഞ്ഞത് തനിക്ക് ഓർമ്മയില്ലേടോ, അതായത് മഹേഷിന്റെ കുഞ്ഞിന്റെ 3ാമത്തെ കുഞ്ഞിന്റെ ജന്മത്തോടു കൂടി തന്നെ മഹേഷും ഇഷിതയുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. മഹേഷും ഇഷിതയും ഇനി ഒരുപാട് അനുഭവിക്കുമെന്നൊക്കെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ, അതിനി സംഭവിക്കാൻ വേണ്ടി പോകുവാടോ. ഇഷിതയും മഹേഷും കൂടി ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും അതായിരിക്കും ഇനി സംഭവിക്കാൻ വേണ്ടി പോണത് എന്ന് ആകാശ് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രചന ചോദിക്കേണ്ട ആകാശിന്റെ പ്ലാൻ എന്താണ്, ആകാശ് ഇതുവരെ അത് പറഞ്ഞില്ലല്ലോ. എൻ്റെ പ്ലാന് അങ്ങനെ പെട്ടെന്ന് ഞാൻ ആർത്തും പറയില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, 100% നടക്കാൻ പോകുന്ന പ്ലാൻ തന്നെയാണിത്. പിന്നെ ഈ പ്ലാനോടുകൂടി ഇഷിതക്ക് മുഴുവട്ടിയാവും, ഇഷിത ഭ്രാന്തിയാകും. പിന്നെ നിന്റെ 2 കുഞ്ഞുങ്ങൾ, അതായത് ആദ്യം ചിപ്പിയും നിന്റെ അടുത്തേക്ക് തന്നെ തിരികെ വരികയും ചെയ്യും, നീ നോക്കിക്കോ എന്ന് പറയാണ്. അത് വിശ്വസിക്കുകയാണ് രചന. ഉറപ്പാണോ ആകാശ് പറയണ പോലെയൊക്കെ നടക്കോ? തീർച്ചയായിട്ടും നടക്കും. ആകാശ് ഇല്ലാത്ത കാര്യം പറയാറില്ല എന്ന് രചനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്കറിയാം ആകാശ്, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ 2 മക്കളും എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ വിശ്വസിക്കണം, ഇഷിത വീട്ടിലേക്കൊന്ന് തിരിച്ചു വന്നോട്ടെ, അതിനുശേഷം സംഭവിക്കാൻ പോണത് രചന നോക്കിക്കണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇഷിതയുടെ ഡെലിവറിക്ക് കഴിഞ്ഞ് 3ാം ദിവസം ആകുമ്പോഴേക്കും ഇഷിത ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുവാ കേട്ടോ. അപ്പൊ സ്വപ്നവല്ലിയാണ് നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, വലത് കാല് വെച്ച് കയറുന്നുണ്ട്. അപ്പൊ ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പി കുഞ്ഞുമാവനെ വരവേൽക്കാൻ വേണ്ടി ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുക കേട്ടോ. പക്ഷെ ആദ്യയുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇഷിതക്ക് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം അത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. വീട്ടിൽ എത്തിയ ഇഷിത ഒന്നും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് കരയുമ്പോൾ സ്വപ്നവല്ലി ഇഷിത അടുത്ത് പറയുന്നുണ്ട്, മോളെ കുഞ്ഞ് കരയണത് കേട്ടില്ലേ, കുഞ്ഞിനെ പാല് കൊടുക്ക്. അയ്യോ അമ്മേ, ഞാനത് ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ പാല് കൊടുക്കും മോളെ, വിശന്നിട്ടാ കുഞ്ഞ് കരയണത്, പാല് കുടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നേരമായില്ലേ, ഇനി പാല് കൊടുക്ക് എന്ന് പറയണം. ഇഷിത കുഞ്ഞ് പാലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇഷിത വേറെ ഏതോ ലോകത്താണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആദിക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. ഇഷിത ആദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദ്യം ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചോദിക്കേണ്ട അമ്മേ, ഇഷിതാമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ഇഷിതാമ്മ ആകെ ഡെസ്പായിട്ടിരിക്കുന്നു. ഇനി ആരെയും ഇഷിതാമ്മ പേടിക്കണത്? കുഞ്ഞ് വയറ്റിലുള്ള സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു പേടിയായിരുന്നു ഇഷിതാമ്മക്ക്. ഇപ്പോൾ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചില്ല, കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെയുണ്ട് കുഞ്ഞുവാവ. പിന്നെ ഇഷിതാമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണത്? അത് എനിക്കറിയില്ല മോനെ, എനിക്കെന്തോ വല്ലാത്ത ഒരു
വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലെ. കുഞ്ഞിനെ എന്തെങ്കിലും ആരെങ്കിലും എടുത്തോണ്ട് പോകുമോ എന്നൊക്കെ ഒരു പേടി എനിക്ക്. എന്റെ ഇഷിതാമ്മേ, കുഞ്ഞ് ആരെടുത്തോണ്ട് പോകാനാ? നമ്മളെല്ലാവരും ഇവിടെ തന്നെയില്ലേ, പിന്നെ എന്ത് സംഭവിക്കാനാ? ഇഷിതാമ്മയുടെ ഈ ഓവർ ടെൻഷൻ എന്തോ അപകടം കൊണ്ടെത്തിക്കുമെന്ന് എനിക്ക് വല്ലാത്ത പേടിയുണ്ട് ഇഷിതാമ്മ എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല മോനെ എന്നൊക്കെ ഇഷിത പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ആദീനെങ്കിലും. ഇഷിത വല്ലാത്തൊരു അവസ്ഥയോടെ കടന്നു പോവാണ്. രാത്രി പോലും ഇഷിത ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്ന ഭാഗമൊക്കെ നമുക്ക് ഇനി കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതല്ല വലിയ കാര്യം എന്ന് പറയുന്നത്, ആകാശ് പ്ലാൻ ചെയ്തതൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇനി ഇഷിതക്കും കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും അത് ആദിയുടെ തലയിലേക്കായിരിക്കും വീഴാൻ വേണ്ടി പോണത്. ആകാശ് ആ രീതിയിലായിരിക്കും അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെയായിരിക്കും ആദിയുടെ മുഖം ആകെ മാറിയിരിക്കുന്നത് കേട്ടോ. പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ സുമിതയുടെ കൊലപാതകത്തിന്റെ കേസാണ്. ആ കേസ് നേരെ വന്ന് ചെന്നിരിക്കണത് ആകാശിന്റെ അടുത്തേക്കാട്ടോ. അപ്പോൾ രചനയും ഈ കാര്യം അറിയുന്നുണ്ട്. രചന ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശിന് ഈ സുമിതയുടെ തിരോധാനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സുമിത മരണപ്പെട്ടു എന്നൊക്കെയാണ് സുമിതയുടെ അമ്മാവൻ വന്ന് പറയണത്. അതിൽ ആകാശിനും പങ്കുണ്ടെന്ന രീതിയിലാണ് അയാൾ സംസാരിക്കണത്. ആകാശിന് അതിലിതിൽ പങ്കുണ്ടോ? എനിക്കിപ്പോ എന്തോ സംശയം തോന്നുവാണ്. സുമീനെ പെട്ടെന്നൊരു ദിവസം കാണണില്ല, അവൾ എന്നെ വിളിച്ചു പോലില്ല, ഒരു മെസ്സേജ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. ആ മെസ്സേജ് അവൾ തന്നെയാണോ അയച്ചിരിക്കുന്നത്? ഇനി അവൾക്കെതിരെ അപകടം പറ്റിയിട്ട് വേറെ ആരെങ്കിലും ആണോ അവളുടെ ഫോണിൽ നിന്ന് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നൊക്കെ രചന ഇങ്ങനെ പറയുമ്പോൾ ആകാശ് പറഞ്ഞിട്ട്, രചന നിനക്ക് വട്ടാണോ? നീ എന്തിനാ സുമിതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സുമിത കാരണമാണ് നമുക്ക് രണ്ടുപേർക്കൂടെ പല പ്രശ്നങ്ങളും സംഭവിച്ചത്. അത് നിനക്ക് അറിയാലോ അല്ലേ? അതൊക്കെ എനിക്കറിയാം ആകാശ്, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളുടെ അമ്മാവും പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ട്. അവളുടെ അമ്മാവും തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ട് പറയുന്നുണ്ട് അവൾ മരിച്ചു എന്ന്. അവളെ കൊന്നത് ആകാശാണ് എന്നും അവളുടെ അമ്മാവൻ പറയാണ്. ആകാശ് പറയുന്നുണ്ട് അവളുടെ അമ്മാവൻ പ്രായമായ ആളല്ലേ, അയാൾക്ക് സുമിത എന്തൊക്കെയോ നക്കാപ്പിച്ച മാസം മാസം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് കിട്ടാത്തതിൻ്റെ ഇതാണ് അയാൾക്ക്. പിന്നെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഞാനും 10,000, 2,000, 3,000 രൂപയൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നീട് ശല്യം കൂടിയപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടിട്ടാണ് അയാൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും രചന നീ കാര്യമാക്കല്ലേ. സുമിതയുടെ കേസ് പോവാൻ പറ. നീ തന്നെയാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് നിനക്കറിയാവോ? നിനക്കൊരു കാര്യം അറിയാവോ രചന? ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ സുമിത, അവൾ ഇവിടെ വന്നേ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ. ആകാശിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടോ? അതെ അതെ, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ ഇവിടെ വന്നത് എന്ന് പറയാണ്. ആകാശിനെ സ്വന്തമാക്കാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആകാശ് എന്ന് പറയുമ്പോൾ, അതെ അവൾ എന്നോട് അവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുമായിരുന്നു. ശല്യം കൂടിയപ്പോൾ ഞാൻ അവളെ ഗെറ്റൗട്ട് അടിച്ചതാണ്. അങ്ങനെയാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. വേറെ ആരെങ്കിലും അവൾ കണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടിട്ടാണല്ലോ അവൾ ഇവിടെ നിന്ന് വേഗം പോയപ്പോൾ തന്നെ അടുത്ത ആളെ കണ്ടുപിടിച്ചത് എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറയാട്ടോ. എന്തായാലും ഇഷിതക്ക് മാനസിക പ്രശ്നവും ആകാശ് ജയിലിലേക്ക് പോകാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.